എന്താ സാറേ ഡയറക്ടർ ആകാൻ ചാൻസ് കിട്ടാതെ കൊണ്ട് ഇവിടെ വന്ന് ചേരാൻ തീരുമാനിച്ചാ? എടാ എന്റെ സ്ഥാനത്ത് നീ വന്ന് കേറാന്ന് വിചാരിച്ചല്ലേ? പിന്നെന്തിനാ സാർ ഇവിടെ വന്ന്? എടാ അനാഥ പിള്ളേരുടെ ആക്ടിവിറ്റീസ് സീക്രട്ട് ആയി ഷൂട്ട് ചെയ്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നാടാ. സാറേ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്ത് അകത്തെന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാലോ? വേണ്ടാത്തൊന്നും പറയണ്ട. ചെറിയ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യു ജസ്റ്റ് ഫോളോ മീ. ആക്ഷൻ. എടാ നീ ഇതൊന്ന് വന്ന് നോക്കിയേ. അനാഥ കുട്ടികളുടെ ആശ്രമം എത്ര ഭംഗിയായി വെച്ചിരിക്കുന്നെന്ന്. ആഹാ, ഇങ്ങോട്ട് നോക്ക്. ഷൂട്ട് ചെയ്യ. ഒരു ചെറിയ കുട്ടി ഇവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കടാ. ഇനി അങ്ങോട്ട് പാൻ ചെയ്യ. വാവ്, ബ്യൂട്ടിഫുൾ ലെഗ്സ്. അങ്ങനെ ടിൽ ചെയ്യ. ആ, അങ്ങനെ തന്നെ. എന്റെ ദൈവമേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫേസ്. എടാ എന്റെ ഇടതുഭാഗത്ത് ഹൃദയം വേദനിക്കാൻ തുടങ്ങിയടാ. വയസ്സായില്ലേ സാർ, അതൊക്കെ ഉണ്ടാവുന്നേ. എടാ ഈ ചെമ്പകപ്പൂവിന്റെ ഒപ്പം ചേരാൻ ഒരു മുല്ലപ്പൂ റെഡിയായിരിക്കടാ. അവള് മുല്ലപ്പൂവാണ്, പക്ഷെ നിങ്ങൾ ഉണങ്ങിപ്പോയാലേ. നീ പറയുന്നൊക്കെ ഞാൻ കേട്ടു. മര്യാദക്ക് ഫോക്കസ് ചെയ്യ. ഇനി നേരെ മുകളിലേക്ക് കൊണ്ടുപോ. ആരാ നിങ്ങള്? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ചെമ്പകാക്ഷൻ, സിനിമ ഡയറക്ടറാ. ഇവൻ എന്റെ സ്വന്തം അസിസ്റ്റന്റ്. ഡയറക്ടർ ആണെങ്കിൽ താടി ഉണ്ടാകണ്ടേ? എന്റെ ഡാഡിക്ക് താടി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ താടി വെക്കാത്തെ. നീ ഇപ്പൊ ഇരുന്ന് പഠിക്കേ. അറിയില്ല. ഹലോ, ഇവക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നാ ചോദിക്കുന്നത്? സോറി ട്ടോ. ഈ കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നതാ. അത് പിന്നെ ഒന്നും മനസ്സിലായില്ല. എന്താ പറയണമെന്ന് പറഞ്ഞ വളരെ സൗകര്യമായിരുന്നു. എന്താ പറയുന്നേ? നിങ്ങളെ പോലത്തെ ആളുകൾ ഇവിടെ വന്നിട്ട് അമ്മ എവിടെ, അച്ഛൻ എവിടെ എന്നൊരു 1000 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോയി കളയും. എന്നിട്ട് കുട്ടികൾ അതും ഓർത്ത് വിഷമിക്കുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരല്ല ഞങ്ങള്. എന്താ? നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപയോഗമുള്ളതായിരിക്കണം, അല്ലാതെ അത് ഉപദ്രവമാവരുത്. ഞങ്ങൾ അവർക്ക് എന്റർടൈൻമെന്റാ കൊടുക്കുന്നേ. സോറി സിസ്റ്റർ, നിങ്ങൾ ദേഷ്യത്തിലാന്നാ തോന്നുന്നത്. ഞങ്ങൾ ഇറങ്ങാ. ബായ്. എവിടെ നോക്കി നിൽക്കടാ. എന്നാ ഞങ്ങളങ്ങോട്ട്. ജയിലർ വരാൻ പറഞ്ഞില്ലേ? സമയായി, നമുക്ക് പോവാം. ഞങ്ങളുടെ കൂടെ വരുന്നോ? വരാം. അച്ഛന്റെ അമ്മ. അമ്മേ, എന്റെ മോളെ. ലക്ഷ്മി, ഇതാണ് ഗീത. അമ്മ അനാഥാശ്രമത്തിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ പുറത്തേക്ക് വരുന്നത് വരെ കുട്ടിയെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഒരു പെണ്ണും ചെയ്യാത്ത തെറ്റെല്ലാം ഞാൻ ചെയ്തു. എന്റെ ഭർത്താവിനെ ഞാൻ തന്നെ കൊന്നു. ഞാൻ ചെയ്ത തെറ്റ് കാരണം എന്റെ മോളിപ്പോ കഷ്ടപ്പെടുന്നു. അതോർത്ത് നിങ്ങളെ പേടിക്കണ്ട. നിങ്ങളുടെ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചോളാം. നീ അവരുടെ കൂടെ പോ മോളെ. അപ്പൊ അമ്മയോ? നീ പോയിട്ട് ഗീത ചേച്ചിയുടെ കൂടെ കളിക്ക്. ഞാൻ വരാം. പ്രോമിസ്. സ്പോട്ട് എത്തിക്കഴിഞ്ഞു. സാറേ, നമ്മൾ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നേ? ഇവിടെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഫുഡ് തരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ ചാൻസ് കിട്ടാതെ ഒരു പട്ടിയെ പോലെ, അല്ല സാർ, ഒരു പട്ടി ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണോ സാർ? ഞാനിപ്പോ റൊമാൻറ്റിക് മൂഡിലായതുകൊണ്ട് നിന്റെ പഞ്ചക്ക റോസാപ്പ് പോലെ എനിക്ക് തോന്നുന്നേ. ഇങ്ങോട്ട് വാടാ. ഇവിടെ തന്നെ ഉണ്ടാവേണ്ടതാണല്ലോ. ഇവിടെ തന്നെ. അത് നോക്ക. സാറേ, എന്താ സാർ ഇങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ? ആ ഫിഗറിന് വേണ്ടിയാണോ ഭക്ഷണത്തിന് വേണ്ടിയാണോ ഒരു പിടിയില്ല. കണ്ടോടാ എന്റെ വാണിയെ? സൈഡിൽ നിന്ന് നോക്കുമ്പോ പൈനാപ്പിൾ പോലെയുണ്ട്. ഫ്രണ്ട് ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പോലെയുണ്ട് സാർ. അല്ല, പാവയ്ക്ക പോലെയുണ്ട്, വെണ്ടയ്ക്ക പോലെയുണ്ട് സാർ. നിന്നെ കൊണ്ട് സാമ്പാർ വെക്കാനടാ പറ്റൂ. പൈനാപ്പിൾ പോലെയാടാ എന്റെ ആള്. പറയാ മത്തങ്ങ പോലെയുണ്ട് സാർ. ദൃഷ്ടി ചുറ്റിട്ട് നിന്റെ തലയിലെറിഞ്ഞ് പൊട്ടിക്കാം. ഇപ്പൊ ശരിക്കും പപ്പാളിപ്പഴം പോലെയുണ്ട്. ഇങ്ങോട്ട് നോക്ക് വാണി. ഹായ്. എക്സ്ക്യൂസ് മീ സർ. വാണി, കണ്ടോടാ എന്റെ വാണിയെ? ഹലോ സർ. ഹായ് സർ. നിങ്ങളുടെ ഓർഡർ എന്തൊക്കെയാണെന്ന് പറഞ്ഞോളൂ സർ. എനിക്ക് വേണ്ടത് നിന്നെയാ. ഐ ലവ് യു. സർ,
നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ഓർഡർ ചെയ്തോളൂ. എടാ കണ്ടോ, അവൾ എന്റെ ലവ് ആക്സെപ്റ്റ് ചെയ്തിട്ട് പുറത്താരും അറിയണ്ടെന്ന് പറഞ്ഞ് എങ്ങനെ മാനേജ് ചെയ്യുന്നെന്ന് നിനക്ക് മനസ്സിലായില്ലടാ? മനസ്സിലായില്ലല്ലോ. മനസ്സിലായി സർ. സർ നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കവർ ചെയ്ത്. ഗുഡ് ഐഡിയ. എനിക്ക് 2 ബിരിയാണി, 1/2 ലിറ്റർ തംസപ്പ്. ഓക്കെ സർ. ഇതെന്താ തൈരും ചോറോ? ഹാവ് എ ഗുഡ് ഡേ സർ. എന്താ സാറേ ഇത്? ബിരിയാണിയും തംസപ്പും ഓർഡർ ചെയ്താല് ഇവിടെ തൈരും ചോറും ചായയും കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. എടാ തവളേശ്വരാ, നീ കണ്ടില്ലേ വാണിക്ക് എന്നോട് എത്ര ഇഷ്ടമാണ്. വെയിൽ സമയത്ത് ഞാൻ ബിരിയാണി കഴിച്ച് ഹീറ്റ് ആവണ്ടാന്ന് വെച്ച് എപ്പോഴും ഞാൻ കൂൾ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് തൈരും ചോറ് കൊണ്ടുവന്നിരിക്കടാ. ചായ എന്തിനാ സാർ? വല്ലാതെ കൂളാവണ്ടാന്ന് വെച്ച് ചൂടുള്ള ഒരു ചായ. എന്തൊരു സ്നേഹടാ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തവളേശ്വരാ, സ്വാമി, സ്നേഹത്തിനിടയ്ക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല, വിശ്വാസം മാത്രം ഉണ്ടായിരിക്കാൻ പാടൂ. നീ എന്റെ വാക്ക് കേട്ടെ തൈരും ചോറിൽ ചായ ഒഴിച്ച് ഇത് പ്രണയത്തിന്റെ പ്രസാദം എന്ന് വെച്ച് കഴിച്ചോളൂ. അങ്ങനെയാ ഇവിടെ സ്വാമി. ഇയാൾക്ക് എന്തു പറ്റി? ഇയാളുടെ പ്രേമം കാരണം ഞാൻ ചാവുന്ന തോന്നുന്നേ. തവളെ സ്വാമി, എന്റെ വാണി എവിടെടാ? അവള് പുറകുവശത്ത് കൂടെ പോയി 1/2 മണിക്കൂറായി സ്വാമി. ആ അവള് പോയിന്ന് അറിഞ്ഞിട്ടും എന്നോട് പറയാതെ നീ ഇവിടെ ഇരുന്ന് തൈരും ചോറില് ചായ ഒഴിച്ച് കഴിക്കാണല്ലേ? അപ്പൊ നീ വിചാരിച്ചു ഞാനൊരു പ്രാന്തനാണെന്നല്ലേ? ഇന്ന പിടിച്ചോ, പിടിക്കടോ. അത്ര പെട്ടെന്ന് ഡോക്യുമെന്റ്സ് തിരിച്ചു തന്നോ? ഇതുപോലുള്ള ജോലിയൊക്കെ അത്ര ഈസിയായിട്ട് നടക്കില്ല. അതും പവറുള്ള പൊളിറ്റീഷ്യൻ അടുത്തുനിന്ന് അത്ര എളുപ്പമല്ല. എന്ത് ചെയ്തിട്ട് അവര് തിരിച്ചു തന്നെ? 10 മിനിറ്റ് മസാജ് ചെയ്തു, അപ്പൊ കിട്ടി. എങ്ങനെയാണെങ്കിലും എന്താ സർ, ഡോക്യുമെന്റ്സ് തിരിച്ചു കിട്ടിയില്ലേ? താങ്ക് യു. എന്താ ഇത്? ഞാൻ ഈ ചില്ലറയ്ക്ക് വേണ്ടിയാണ് ഇത്ര നേരം കഷ്ടപ്പെട്ടത്. എപ്പോഴെങ്കിലും എന്റെ ആവശ്യം വന്നാൽ ഫോൺ ചെയ്യേ, കുറച്ച് കാശ് റെഡിയാക്കിയിട്ട് കോൾ ചെയ്യേ. ഗൗതമിന്റെ ഓർമ്മയ്ക്കായി വെച്ചിരുന്ന റിങ് എന്തിനാ അങ്ങേരുടെ കൈ കൊടുത്ത്? ഗൗതമിനെ ഓർമ്മിപ്പിക്കുന്ന സാധനങ്ങൾ ഇല്ലെങ്കിൽ പോലും എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അവൻ മായില്ല. വാണി സ്റ്റോപ്പ്. എനിക്ക് മനസ്സിലായി. നിനക്ക് ഭ്രാന്തം പിടിച്ചോ? ബുദ്ധിയില്ലേ? നീ മനുഷ്യനാണോ അല്ലെങ്കിൽ മൃഗമാണോ? ദൈവമോ അല്ലെങ്കിൽ പ്രേതോ? പട്ടിയോ അല്ലെങ്കിൽ തെണ്ടിയോ? അവരതാ പറയാൻ വരുന്നത് സാർ. അവള് പറഞ്ഞിട്ടില്ലല്ലോ. അവരങ്ങനെയൊക്കെ പറയുമ്പോൾ ഗസ് ചെയ്തതാ. ഞാൻ ഇന്നലെ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, വീണ്ടും ഇതിനെ ഇങ്ങോട്ട് വന്നേ. എത്ര തവണ ചോദിച്ചാലും ഞാൻ നിന്നെ പ്രേമിക്കാൻ പോകുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടിയല്ല വന്ന. അപ്പൊ എന്തിനാ വന്നേ? ഒരു 10 പേർക്ക് ഉപയോഗപ്രദമായ ഒരു ഡോക്യുമെന്ററി എടുക്കണമെന്ന് വിചാരിച്ചു. അതിൽ നിങ്ങൾ 2 പേര് അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആശ്രമത്തിന് നല്ല ഫണ്ട് വാങ്ങിച്ചേരാം. നിന്റെ പ്ലാൻ എന്താന്ന് മനസ്സിലായി. ഡോക്യുമെന്ററിയുടെ പേരിൽ ഞങ്ങളെ ഇംപ്രസ് ചെയ്യാൻ നോക്കുക. ഞങ്ങൾ എന്തായാലും അഭിനയിക്കില്ല. ഹലോ, എന്നെ അത്ര നിസ്സാരമായിട്ട് കരുതണ്ട. എന്റെ കോൺസെപ്റ്റ് കേട്ടാ പിന്നെ നിങ്ങൾ നോ പറയില്ല. സിറ്റിക്കകത്ത് ഇപ്പൊ ഒരുപാട് ഫാക്ടറികൾ അടച്ചിട്ടിരിക്കുന്നു. ജോലിക്ക് പോയവരൊക്കെ യാതൊരു ജോലിയും കൂലിയും ഇല്ലാതെ അവരുടെ കുടുംബത്തെ പോലും രക്ഷിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. ഫാക്ടറി മുഴുവനും ഈ ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്ത് റീഓപ്പൺ ചെയ്താ എല്ലാവർക്കും ജോലി കിട്ടും. ഈ അവസരം ഉപയോഗിച്ച് ഭഗവാന്റെ ഫാക്ടറിയിലേക്ക് പോയാ അവിടെ എന്താ സംഭവിക്കുക? കോൺസെപ്റ്റ് എങ്ങനെയുണ്ട്? യെസ്, എന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി. ലൊക്കേഷൻ കൺഫേം ചെയ്താൽ ഉടനെ ഷൂട്ട് സ്റ്റാർട്ട്. ഓക്കെ? മാഡം, ഷോട്ട് റെഡി മാഡം.
റെഡി സർ. സ്റ്റാർട്ട് ക്യാമറ. ആക്ഷൻ. സിറ്റിയിലെ പല ഫാക്ടറീസും ക്ലോസ് ചെയ്തിരിക്കുന്നു. അവിടെ ജോലി ചെയ്ത പല ആളുകളുടെയും ജോലി നഷ്ടപ്പെട്ടു. ഇപ്പൊ അവരുടെ ജീവിതം വളരെ കഷ്ടപ്പാടില്ല. കട്ട്. ഷോട്ട്. ഓക്കെ. പാക്ക് അപ്പ്.